പുതിയ കുറച്ച് മുനിസിപ്പാലിറ്റി കണക്കുകൾ കൂടി നമ്മുടെ മുൻപിലേക്ക് വരികയാണ് ശരത്, അതുകൂടി നോക്കാം. കൊട്ടാരക്കര നഗരസഭ LDF കേവലം ഭൂരിപക്ഷം, ഇപ്പോൾ 16 LDF വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. നെടുമങ്ങാട് നമ്മൾ നേരത്തെ കണ്ടാണ് LDF മുനിസിപ്പാലിറ്റി നിലനിർത്തുന്നു. നെയ്യാറ്റിൻകരയിൽ LDF ലീഡ് ചെയ്യുന്നു, 11 UDF 9 NDA 2. നെടുമങ്ങാടിലേക്ക് വരികയാണെങ്കിൽ നിലനിർത്തി ഓൾറെഡി. ആറ്റിങ്ങലിലേക്ക് വരികയാണെങ്കിൽ LDF 18 UDF 12 എന്ന നിലയിൽ അവിടെ LDF ലീഡാണ്. വർക്കലയിലും LDF ലീഡ് ചെയ്യുന്നു 10. തിരുവല്ല നഗരസഭയിൽ നേരിയ ലീഡ് UDF അവരുടെ നഗരസഭയാണ്, പക്ഷേ നേരിയ ലീഡ് ഇപ്പോൾ ഉണ്ട്. 2 സീറ്റിന്റെ വ്യത്യാസത്തിൽ 9 UDF ലീഡ് ചെയ്യുന്നു, 7 LDF ലീഡ് ചെയ്യുന്നു എന്നതാണ്. NDA 8 അവിടെ ലീഡ് പിടിച്ചിട്ടുണ്ട്. അതെ, അതും നല്ല സാന്നിധ്യം അവരുടെ ഉണ്ട്. വളരെ ഇതിന് തൊട്ടു പിന്നിൽ തന്നെയുണ്ട്, UDF തൊട്ടു പിന്നിൽ തിരുവല്ല നഗരസഭയിൽ NDA ഉണ്ട് എന്നുള്ളത് കൂടിയാണ്. 8 ഇടങ്ങളിൽ അവരുണ്ട്, LDF 7 അതുപോലെ മഞ്ചേരി നഗരസഭാ ഭരണം UDF നിലനിർത്തിയിരിക്കുന്നു. അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഷാജഹാൻ, ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് എങ്ങനെയാണ് വോട്ടെണ്ണൽ വിവരങ്ങൾ? ലീഡ് അടുത്ത ജില്ലാ പഞ്ചായത്തിൽ ഇപ്പോഴും LDF ആണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 6 ഡിവിഷനുകൾ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലാണ് ഇപ്പോൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റി പരിശോധിച്ചു കഴിഞ്ഞാൽ ചെങ്ങന്നൂർ ഏതാണ്ട് അവിടെ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോയേക്കാണ്. അത്തരത്തിലുള്ള വലിയ ഭൂരിപക്ഷത്തിലേക്ക് അവർ പോയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മാവേലിക്കരയും ഹരിപ്പാടും ഒക്കെ തന്നെ UDF ആണ് ലീഡ് ചെയ്യുന്നത്. കായംകുളവും വളരെ മുന്നേറ്റം LDF ഭരിച്ചത് നഗരസഭ കൂടിയാണ്. അവിടെ ലീഡ് ചെയ്യുന്നത് ഇപ്പോൾ UDF ആണ്. UDF LDF ലീഡ് ചെയ്യുന്നത്. പക്ഷേ എങ്കിലും ആധിപത്യം ഇപ്പോഴും UDF എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ആലപ്പുഴ നഗരസഭ വലിയ ഭൂരിപക്ഷത്തിലായിരുന്നു LDF പിടിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ UDF ഭാഗത്തു നിന്നും നമുക്ക് ചെറിയ ഒരു മേൽക്കൈ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ചേർത്തലയിൽ മാത്രമാണ് വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി LDF ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. ശരി, ഷാജഹാനാണ് ആലപ്പുഴയുടെ വിവരങ്ങൾ നൽകിയത്. ജില്ലാ പഞ്ചായത്തിൽ ലീഡ് നിലനിർത്താൻ LDF കഴിയുമ്പോഴും UDF മുന്നേറ്റമുണ്ട് എന്നുള്ളത് കൂടിയാണ്. പല ജില്ലകളിലും അത് ജില്ലാ പഞ്ചായത്തിൽ പ്രകടമാണ്. അത് കൊല്ലത്ത് നമ്മൾ കണ്ടു, അതേസമയം അത് ആലപ്പുഴയിലുണ്ട്. ജില്ലാ പഞ്ചായത്തിൽ ലീഡ് തിരുവനന്തപുരത്ത് LDF വ്യക്തമായി നിലനിർത്തി മുന്നോട്ട് പോകുന്നുണ്ട്. എറണാകുളത്ത് UDF ജില്ലാ പഞ്ചായത്തിൽ ലീഡ് നിലനിർത്താൻ കഴിയുന്നുണ്ട്. വയനാട് UDF ആ ലീഡ്